ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ദർസ് റീസൺ ആൻഡ് ഇപ്പോൾ 6:30 ടൈം 6:30 ആകാൻ പോകണം. ഇന്ന് ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ്, അതായത് ദുഃഖശനിയാണ്. ഇന്ന് രാത്രി 11 മണിക്കാണ് നമ്മുടെ പള്ളിയിൽ കുർബാന സ്റ്റാർട്ട് ചെയ്യണത്. ഇത് എനിക്ക് ഈസ്റ്ററിനാണ് ഡ്രസ്സാണ്, ഇന്നലെ പോയി എടുത്തതാണ്. വേറൊരു ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പക്ഷേ ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതും കൂടി മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് ഒരുപാട് പണിയുണ്ട് ചെയ്യാനായിട്ട്, ഓൾട്രേഷൻ ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്. ഇത് ഇത്തിരിയേ ഉള്ളൂ, ജസ്റ്റ് കൈ അഴിച്ച് പിടിപ്പിക്കുക, ജസ്റ്റ് ഷേപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് മേടിച്ചു വിടാൻ വേണ്ടിയിട്ട്. ദ പോയിന്റ് ഈസ്, നിങ്ങളുടെ അമ്മ ഒരു തയ്യൽക്കാരിയാണെങ്കിൽ ഇഫ് യു ക്യാൻ റിലേറ്റസ്. എനിക്ക് ഇന്നിരാണ് ഡ്രസ്സാണിത്. ഇത് ഇതുവരെ അമ്മച്ചി എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടില്ല. എപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ സ്വന്തം വർക്ക്, നമ്മുടെ ഡ്രസ്സ് ആ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും അതിൻ്റെ ഓൾട്ടറേഷനും എല്ലാം ചെയ്യണത്. ഇപ്പോഴും എനിക്കറിയാം, എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനാണ് ധാവണി, അവിടെ കല്യാണം നടക്കുമ്പോൾ അമ്മച്ചിയുടെ തയ്ച്ചുകൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞാൽ അതിട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ചെല്ലണത് തന്നെ. ഇതിപ്പോൾ 11 മണിക്കാണ് കുർബാനയെങ്കിൽ ഒരു 10:30 ആകുമ്പോൾ വേണമെങ്കിൽ അമ്മച്ചി തയ്ക്കാനെടുക്കും, എന്നിട്ട് എനിക്ക് തരികയും ചെയ്യും. ദാറ്റ് ഈസ് എന്താ പറയുക, എല്ലാ തയ്യൽക്കാരുടെ മക്കൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഐ എം ഷുവർ. ഫൈനലി ഡ്രസ്സ് അമ്മച്ച് തയ്ക്കാൻ എടുത്തു. ആൻഡ് ദ ടൈം ഈസ് 9:20. ഹേ, സോ എനിക്ക് ഡ്രസ്സ് ഇട്ടാലേ ഒരുങ്ങാൻ പറ്റുള്ളൂ. ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് ഇടുന്നത്, എന്നിട്ടാണ് ഒരുങ്ങാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് വേഗം അടിച്ചു തരാൻ പറഞ്ഞത് കാരണം. പിന്നെ എനിക്ക് ഈ കഴുത്ത് കുറച്ച് ഇറക്കാനുണ്ടായിരുന്നു. കഴുത്ത് ഭയങ്കര ടൈറ്റായിരുന്നു, ഈ തല ഒട്ടും കയറാത്ത അവസ്ഥയായിരുന്നു. അത് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്യാനുണ്ട്, ബാക്കിൽ ടക്കിടണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഫൈനലി അമ്മച്ചി തയ്ക്കാനെടുത്തു. ഈസ്റ്ററും ക്രിസ്മസൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. പാതിര കുർബാനയ്ക്ക് പോണതും അതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. സോ ഇന്നത്തെ നൈറ്റും എക്സൈറ്റഡ് ആണ്, എല്ലാ വർഷത്തെയും പോലെ. അപ്പം നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം. സോ ഗൈസ്, ഇതാണ് ഞാൻ രണ്ടാമത് എടുത്ത എൻ്റെ ഈസ്റ്റർ ഡ്രസ്സ്. സോ പുറത്ത് നല്ല മഴയുണ്ട്, മഴയത്ത് നനഞ്ഞു കുളിച്ചായിരിക്കും പള്ളിക്ക് കയറാൻ പോണത്. നല്ലൊരു ഉയർപ്പ് കുർബാനയൊക്കെ കൂടിയിട്ട് വരാം. ഹാപ്പി ഈസ്റ്റർ ഗൈസ്, ബൈ.